ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ ടിപ്സ് ആണ്. ടിപ്സ് മാത്രമല്ല, കുറച്ച് ട്രിക്സും ഉണ്ട്. നമ്മൾ എത്രയൊക്കെ മേക്കപ്പ് ഇട്ടാലും നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും ആ ഒരു മേക്കപ്പിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പെട്ടെന്നുള്ളൊരു ബ്രൈറ്റനിങ്, അതുപോലെ നല്ലൊരു ഗ്ലോ ഒക്കെ ഫേസിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഓണത്തിൻ്റെ ഫംഗ്ഷൻ ആകുമ്പോഴേക്കും നമ്മുടെ മുഖം നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടിരിക്കത്തുള്ളൂ. സോ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ കെമിക്കൽ ആയിട്ടുള്ള യാതൊരു സാധനവും ഇല്ല. എല്ലാം നമ്മുടെ വീട്ടിൽ, അത് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ, അത് ഒരുപാട് സാധനങ്ങളിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണെന്ന്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് ഇന്നത്തെ താരം. ഈ ഒരു പാക്കിൽ ആകെ രണ്ട് സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരും. മാത്രമല്ല നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ, എനിക്കിപ്പോൾ കണ്ടോ അത്യാവശ്യം ഡാർക്ക് സർക്കിൾ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കും ഓണത്തിന്റെ ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. ഓണത്തിന്റെ ഫംഗ്ഷൻ എനിക്ക് സെപ്റ്റംബർ 2, 3 ആ ഒരു തീയതികളിലാണ്. അപ്പോൾ എനിക്കും ഇപ്പോഴേ ഗ്ലോ വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ചെയ്യുന്നത്. ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് പാലാണ്. 3 സ്പൂൺ പാല് വേണം. അടുത്തത് വേണ്ടത് നേന്ത്രപ്പഴം, അല്ലെങ്കിൽ ചെറുപഴം എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. ഭയങ്കര റേറ്റ് ആട്ടോ ഇപ്പോൾ. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പഴമാണ്, ചെറുപഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം. ഇത് ഞാൻ കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. എടുത്ത് മിക്സിയിൽ ഞാൻ അടിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിടുമ്പോഴേക്കും അത് പെട്ടെന്ന് അടിയത്തില്ല. സോ നിങ്ങൾ ഒരു സ്പൂൺ വെള്ളവും കൂടി വീഴ്ത്തിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ 3 സ്പൂൺ പാല് എടുത്ത് നമ്മുടെ ആ പഴത്തിൽ മിക്സ് ചെയ്യുക. പഴത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. പക്ഷെ എനിക്ക് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ അടിച്ചെടുത്തു. പക്ഷേ ഇപ്പോഴും ചെറിയൊരു അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല പാല് പോലെ, ഒരു തരി പോലും വരാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. ഈ പഴവും പാലും തമ്മിലുള്ള മിക്സ് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ ഫേസിന് ഭയങ്കര ഗ്ലോ തരും. ഇതിന് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിൽ ലെമൺ യൂസ് ചെയ്യാം. അതും ഒരു പിഞ്ച് ലെമൺ മതി. 1 സ്പൂൺ ലെമൺ യൂസ് ചെയ്യുക. ലെമണിൻ്റെ നീര്, നാരങ്ങ നീര് ഒരു ശകലം, 1 സ്പൂൺ യൂസ് ചെയ്യാം. പക്ഷേ ഡെയിലി നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ചെയ്യാം. ഡെയിലി ചെയ്യാൻ ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ഡെയിലി ചെയ്യാം. കാര്യം ഇത് നമ്മുടെ സ്കിന്നിന് യാതൊരു ഹാം വരുത്താത്ത ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു പാക്ക് നമ്മൾ ശരിക്കും 2 ലെയർ ഇടണം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതിൽ ഓരോ പ്രോസസ്സിംഗ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് അനുസരിച്ച് തന്നെ ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇടാം. ഫസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ലെമൺ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ലെമൺ ആഡ് ചെയ്യുന്നില്ല, കാര്യം എൻ്റെ ഇപ്പം നാരങ്ങയില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. പക്ഷെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നാരങ്ങ ആഡ് ചെയ്യരുത്. നമുക്കിപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ആവും. ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നല്ല രീതിയിലൊന്ന് മുഖമൊക്കെ വാഷ് ചെയ്യുക. കാര്യം ഇനി നമ്മൾ സോപ്പ് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, മുടിയെല്ലാം നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ട് ഫസ്റ്റ് കോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇടുമ്പോൾ കണ്ണിന് ചുറ്റും ഇടുന്നില്ല. രണ്ടാമത്തെ കോട്ട് ഇടുമ്പോൾ മാത്രമേ കണ്ണിന് ചുറ്റും ഇടുന്നുള്ളൂ. മുഖത്തിടുമ്പോൾ മറക്കരുത്, നമ്മൾ കഴുത്തിലും കൂടി ഇടണം. അല്ലെങ്കിൽ രണ്ടും 2 കളറായിട്ട് അറിയാൻ പറ്റും, കളർ ഡിഫറൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ 2 സ്ഥലത്തും ഇടുക കേട്ടോ. ഫസ്റ്റ് കോട്ട് ഇട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുഖത്ത് പിടിക്കുമ്പോൾ മാത്രം സെക്കൻഡ് കോട്ട് ഇടുക. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ കോട്ട് അടിക്കാം. ഒരു 3-4 മിനിറ്റ് ഞാൻ ഇതിട്ടു. ഇപ്പോഴേക്കും കണ്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ കോട്ട് ഇടാം. ഇനി ഇടുമ്പോൾ കണ്ണിലും കൂടി ഇടുക കേട്ടോ. രണ്ടാമത്തെ കോട്ടിൽ കണ്ണിലും നല്ല രീതിയിൽ ഇട്ട് കഴുത്തിലും നല്ല രീതിയിൽ ഇടുക. കണ്ണിന്റെ ഉള്ളിലോട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കോട്ട് അത്യാവശ്യം കട്ടിക്ക് തന്നെ ഇടാം. പക്ഷെ അത് ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കേണ്ട. നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് കഴുകാം. കണ്ടോ, ഇപ്പൊ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മുഖം വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്ത് തുടങ്ങി. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഫ്ലോർ മൊത്തത്തിലാവുന്നത് കൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയി മൊത്തത്തിൽ വാഷ് ചെയ്തിട്ടാട്ടോ വരുന്നത്. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ഗ്ലോ മനസ്സിലാവുന്നുണ്ടായിരിക്കും.
കണ്ടോ, ഫസ്റ്റ് ഒരൊറ്റ ടൈമിൽ യൂസ് ചെയ്തപ്പോൾ ഇത്രയും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ ഡ്രസ്സ് മാറ്റിയതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡ്രസ്സിൽ മൊത്തം വെള്ളവും ആ ഒരു ഇതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട്, പഴമൊക്കെ ആയതുകൊണ്ടാട്ടോ ഞാൻ മാറ്റിയത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ പോലെ ലിപ്സ്റ്റിക്ക് അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഫേസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ എടുത്ത അതേ പഴത്തിൻ്റെ തൊലി കണ്ടോ, ഈ പഴത്തിൻ്റെ തൊലി എടുത്ത് ഫേസിലൊന്ന് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. ഇത് തേച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കഴുകിക്കളയാൻ, വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ 1 ടൈം യൂസിൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ഓണ പരിപാടിക്കൊക്കെ പോകുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് വർക്കായോ ഇല്ലെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാകുമ്പോൾ വേറെ ചിലവുള്ള കാര്യമില്ല. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ആ പഴമാണ്, പഴത്തിൻ്റെ തൊലി കളയരുത്. പഴത്തിൻ്റെ തൊലി എടുത്ത് നമ്മൾ അവസാനം നമ്മുടെ ഈ പാക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മുഖത്തൊന്ന് ജസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും ടിപ്സും ട്രിക്സും ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തവണത്തെ ഓണം നിങ്ങൾ പോയി പൊളിച്ചിട്ട് വായോ. അപ്പോൾ നമുക്ക് മറ്റൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഇനി കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ഇത് വർക്കായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ.